ലോക ക്രിക്കറ്റ് കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം അത് നാളെയാണ്. T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ മാച്ചാണ്. നാളത്തെ മത്സരം എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സീരീസുകൾ വരാറില്ല. ഇതുപോലെ ICC ഇവന്റുകളിലാണ് മത്സരങ്ങൾ നടക്കാറ്. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ക്രിക്കറ്റ് ആരാധകർ വലിയ ആവേശത്തോടു കൂടിയാണ് ഉറ്റുനോക്കാറ്. T20 വേൾഡ് കപ്പ് ഇന്ത്യയിലാണ് നടക്കുന്നത്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ശ്രീലങ്കയിലാണ്. അതാണ് ഇന്ത്യൻ ആരാധകർക്ക് പേടിയാവുന്നത്. അവിടുത്തെ പിച്ചിൽ ഇന്ത്യ എങ്ങനെ കളിക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. ശ്രീലങ്കയിലെ കൊളംബോയിൽ നാളെ വൈകിട്ട് 7 മണിക്കാണ് മാച്ച് ആരംഭിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മ ടീമിലേക്ക് തിരിച്ചെത്തി. സഞ്ജുവിന് സ്ഥാനം കിട്ടാൻ സാധ്യത കുറവാണ്. പതിവ് പോലെ തന്നെ ഇഷാനും അഭിഷേകുമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു കൂട്ടുകെട്ടിന് മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. പാകിസ്ഥാൻ വലിയ തന്ത്രങ്ങൾ മെനഞ്ഞാണ് നാളെ വരുന്നതെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന് വാശി പിടിച്ച പാകിസ്ഥാനാണ് അവസാനം സമ്മതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാളെ ഇന്ത്യക്കെതിരെ തോറ്റാൽ അവർക്കത് നാണക്കേടാണ്. എന്ത് ചതിപ്രയോഗത്തിലൂടെയായാലും പാകിസ്ഥാൻ നാളെ കളി ജയിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. വേൾഡ് കപ്പുകളിൽ ഇന്ത്യ ഒരുപാട് വട്ടം പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിജയ സാധ്യത കൂടുതൽ ഇന്ത്യക്ക് തന്നെയാണ്. പക്ഷേ ഇത് T20 ആണ്, എന്തും തന്നെ സംഭവിക്കാം. കളി നടക്കുന്നത് ശ്രീലങ്കയിലായതുകൊണ്ടാണ് ഇന്ത്യൻ താരങ്ങൾക്ക് ഒരു ആശങ്ക. പിച്ച് മാറുമ്പോൾ കളിയുടെ സ്വഭാവം തന്നെ മാറും. നാളെ അഭിഷേക് ശർമ്മ ഫോമിലേക്ക് എത്തിയാൽ പിന്നെ ഇന്ത്യൻ ടീമിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. പാകിസ്ഥാനെതിരെ ഒരു 250 സ്കോർ ഇന്ത്യ നേടിയാൽ ഉറപ്പായിട്ടും നാളത്തെ മത്സരം ഇന്ത്യക്ക് ജയിക്കാം. ഇനി സെക്കൻഡ് ബാറ്റിംഗ് ആണ് ഇന്ത്യക്കെങ്കിൽ ഇന്ത്യ ഉറപ്പായിട്ടും നാളത്തെ മാച്ച് ജയിക്കും. അപ്പോൾ നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. ഇഷാൻ, അഭിഷേക്, തിലക് സൂര്യ, അക്സർ പാണ്ഡ്യ, ശിവൻ ദൂബെ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ്, ബുംറ, വരുൺ ചക്രവർത്തി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. സഞ്ജുവിന് സ്ഥാനം കിട്ടുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.